Hello people and welcome back. I'm Nimnaga Koder, Xylem Languages in the faculty ആണ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സെഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. IELTS Task 2ന്റെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഇന്ന് ഡീകോഡ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ബിഫോർ വി ബിഗിൻ ആ സെഷൻ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ്, ഇൻഫോർമേറ്റീവ് സെഷൻസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സെഷൻ തുടങ്ങാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, some people think that, I'll read the question first. Some people think that the best way to increase road safety is to increase the minimum legal age for driving cars or riding motorbikes. To what extent do you agree or disagree? അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മിനിമം ലീഗൽ ഏജ് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഡ്രൈവ് ചെയ്യാനോ റൈഡ് ചെയ്യാനോ മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യാനോ മിനിമം ലീഗൽ ഏജ് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഉണ്ട്. ആൻഡ് ഇതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. എത്രത്തോളം എഗ്രി ചെയ്യുന്നുണ്ട് ഇല്ല എന്നാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇതെങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്? ഇറ്റ്സ് ആൻ ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഒപ്പീനിയൻ ക്ലിയർലി പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എങ്ങനെയാണ് നിങ്ങൾ ഇതിന് റെസ്പോൺസ് കൊടുക്കേണ്ടത്? എന്തൊക്കെ റെസ്പോൺസ് കൊടുക്കാം? ഒന്നുകിൽ നിങ്ങൾക്ക് സ്ട്രോങ്ലി എഗ്രി ചെയ്യാം. ഇതിന് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് പൂർണ്ണമായിട്ടും എഗ്രി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാൻഡ് എടുത്ത് എസ്സേ കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസെഗ്രി ചെയ്യാം. ഇതിന് തീർത്തും എതിർത്തുകൊണ്ട് എസ്സേ ഡെവലപ്പ് ചെയ്യാം. അതും അല്ലെങ്കിൽ പാർഷ്യലി എഗ്രി ചെയ്യാം. അതായത് ഇതിൻ്റെ ഒരു ബാലൻസ്ഡ് വ്യൂ ആയിരിക്കും. എഗ്രിമെൻറ്റിൻ്റെയും ഡിസെഗ്രിമെൻറ്റിൻ്റെയും ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിരിക്കും. പാർഷ്യലി എഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടി വരിക. അപ്പോൾ എസ്സേ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരിക. 3 റെസ്പോൺസസ് പറയുന്നുണ്ടെങ്കിലും നമ്മൾ പൊതുവേ എൻകറേജ് ചെയ്യാറുള്ളത് ഒന്നുകിൽ സ്ട്രോങ്ലി എഗ്രി ചെയ്യുക അല്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസെഗ്രി ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഡീറ്റെയിൽ സെഷൻസിൽ യുൽ ഗെറ്റ് ടു നോ. ഓക്കെ, എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ എന്താണ് നിങ്ങളെ അസസ് ചെയ്യുന്നവർ എന്താണ് നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ക്രൈറ്റീരിയ നമ്മുടെ ടാസ്ക് 2ൻ്റെ ക്ലാസ്സസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇവിടെ ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ക്ലിയർ പൊസിഷൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് നിങ്ങൾ സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നു, ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടാവണം, അത് ക്ലിയർലി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവണം, എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവണം. ഐ മീൻ എസ്പെഷ്യലി ഫ്രം യുവർ ഇൻട്രൊഡക്ഷൻ. ആൻഡ് ദെൻ വെൽ ഡെവലപ്ഡ് ആർഗ്യുമെൻറ്റ്സ്. ഈ നിങ്ങളുടെ പൊസിഷനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ പൊസിഷനെ എന്താ പറയുക, നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾ എസ്സേയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് റെലവൻറ്റ് എക്സാമ്പിൾസ്. നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനാണ് എക്സാമ്പിൾസ് കൊടുക്കുന്നത്. ആൻഡ് അത് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സിനെ ഈവൻ മോർ സ്ട്രോങ് ആക്കും. നൗ യൂസ് ഓഫ് ലിങ്കിങ് വേർഡ്സ് ആൻഡ് വൊക്കാബുലറി. ഈ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റഡ് ആണ്. അത് ഉപയോഗിക്കണം. ആൻഡ് ലിങ്കിങ് വേർഡ്സ് ഉപയോഗിക്കണം നിങ്ങളുടെ ഐഡിയാസ് കണക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ആൻഡ് ദെൻ സ്ട്രോങ് കൊഹറൻസ് ബിറ്റ്വീൻ ഐഡിയാസ്. എസ്സേ കൊഹറൻറ്റ് ആയിരിക്കണം. ദ ഹോൾ റൈറ്റിംഗ് ഷുഡ് ബി കൊഹറൻറ്റ്. അത് റെലവൻറ്റ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ഐഡിയാസിന് ഫ്ലോ ഉണ്ടായിരിക്കണം, കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇതെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ലൊരു എസ്സേക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം ഒരു അസസ് ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇനി കുറച്ച് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങൾ ഏത് റെസ്പോൺസ് കൊടുക്കുന്നു അതിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് ഇതിനകത്ത് ഈ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളിനി എഗ്രി ചെയ്യാൻ വിചാരിച്ചു എന്ന് വിചാരിച്ചു. എഗ്രിമെൻ്റ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ എന്താണ് ഏജ്, ഒരു മിനിമം ലീഗൽ ഏജ് വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാവുന്ന പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. യങ് പീപ്പിൾ മേ ലാക്ക് മെച്യൂരിറ്റി ആൻഡ് ഇമോഷണൽ കൺട്രോൾ. ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ ഇമോഷണൽ കൺട്രോളൊക്കെ വളരെ കുറവായിരിക്കാം. റേജൊക്കെ കൂടുതലുള്ളൊരു ഏജ് എന്ന് പറയുന്നത് ചെറുപ്പം ഏജാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഡ്രൈവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏജ് കൂട്ടുന്നതാണ്. ഇതാണ് നമ്മൾ പോയിന്റ്. നമ്മളെപ്പോഴും അതിലത്തേക്കാണ് എത്തേണ്ടത്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കലി യങ് ഡ്രൈവേഴ്സ് കോസ് മോർ ആക്സിഡൻറ്റ്സ്. നമ്മൾ പലപ്പോഴും ന്യൂസിലും ഇതിലൊക്കെ കാണുന്നത് യങ് ഡ്രൈവേഴ്സാണ് കൂടുതലും ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നതും ഡെത്ത്സ് ഉണ്ടാകുന്നതും ഇതെല്ലാം. അപ്പം അത് നിങ്ങൾക്കൊരു പോയിൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൾഡർ ഡ്രൈവേഴ്സ് മേ ബി മോർ റെസ്പോൺസിബിൾ. ഓൾഡർ ഡ്രൈവേഴ്സ് കൂടുതൽ റെസ്പോൺസിബിൾ ആണെന്നാണ് നിങ്ങൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ, മിനിമം ലീഗൽ ഏജിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ടത്. ഓൾഡർ ഡ്രൈവേഴ്സ് റെസ്പോൺസിബിലിറ്റി കൂടുതൽ കാണിക്കുന്നവരാണ്. പേഷ്യൻസോ അല്ലെങ്കിൽ പിന്നെന്താണ്
അവയർനെസ്സോ കൂടുതലുള്ള ആളുകളാണ്, ഇമോഷണൽ റെഗുലേഷൻ കൂടുതലുള്ള ആളുകളാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടി വരിക ഇഫ് യു സപ്പോർട്ട് എ മിനിമം ലീഗൽ ഏജ്. അതുപോലെ ഇൻക്രീസിങ് ദി ഏജ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് യങ് റിസ്കി ഡ്രൈവേഴ്സ്. അപ്പം നമ്മൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഏജ് കൂട്ടിക്കഴിഞ്ഞാൽ റിസ്കി ഡ്രൈവേഴ്സിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാം. സോ ഇത് നിങ്ങളുടെ എഗ്രിമെൻറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം എഗ്രിമെൻറ്റ് സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്ന ആൾക്ക് ഇത്രയും പോയിൻറ്റ്സ് വെച്ചാൽ അതിന് ആവശ്യമുള്ള എക്സാമ്പിൾസും കൊടുത്താൽ എസ് എ ക്ലിയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ഡിസഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിലോ, ഡിസഗ്രിമെൻറ്റിലേക്ക് വരുമ്പോൾ ഏജ് ഈസ് ഇൻ ദി ഓൺലി ഫാക്ടർ, അതായത് ട്രെയിനിങ് ആൻഡ് ആറ്റിറ്റ്യൂഡ് മാറ്റർ മോർ. അതായിരിക്കാം ഒരു പോയിൻറ്റ്. ഏജ് എന്നുള്ളത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിലൊരു ഫാക്ടറാണ്. അല്ലെങ്കിൽ അത് മാത്രം ഉപയോഗിച്ചിട്ട് ഏജ് ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രെയിനിങ് കൊടുക്കണം, ആളുകൾക്ക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കണം, നല്ല ഡ്രൈവർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക വേണ്ടത്. ഓൾഡർ ഡ്രൈവേഴ്സ് ഓൾസോ മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ഓർ ഡ്രൈവ് അണ്ടർ ദി ഇൻഫ്ലുവൻസ്. അപ്പോൾ ഓൾഡർ ആയിട്ടുള്ള ഡ്രൈവേഴ്സ് നമ്മൾ ഡിസഗ്രിമെൻ്റ് ആണ്, അതായത് നമ്മൾ മിനിമം ലീഗൽ ഏജ് വേണം എന്നുള്ളതല്ല, നമ്മൾ തിരിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓൾഡർ ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ടാകുന്നുണ്ട്, അവരും ഇൻഫ്ലുവൻസിൽ ഇപ്പോൾ ഡ്രങ്ക് ഡ്രൈവ് ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ചെയ്യുന്നവരാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം. ആൻഡ് ദെൻ ഫോക്കസ് ഷുഡ് ബി ഓൺ ബെറ്റർ ഡ്രൈവർ എഡ്യൂക്കേഷൻ, നോട്ട് ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റിലല്ല, ഡ്രൈവർ എഡ്യൂക്കേഷനിലാണ് നിങ്ങൾക്ക് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത് ടു എൻഷുർ റോഡ് സേഫ്റ്റി എന്ന് നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം. സേഫ് ഡ്രൈവിംഗ് ക്യാൻ ബി ലേൺഡ് വിത്ത് പ്രാക്ടീസ് ആൻഡ് ഗുഡ് ഗൈഡൻസ്. പ്രാക്ടീസും ഗൈഡൻസുമാണ് സേഫ് ഡ്രൈവിങ്ങിന് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ, നോട്ട് ഏജ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതിന് റെലവൻറ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എസ്സേ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും മാത്രമല്ലേ പറഞ്ഞുള്ളൂ. വാട്ട് ഇഫ് യു വോണ്ട് ടു എഗ്രി പാർഷ്യലി എഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ എന്താ പറയുക, അതിനൊരു ബാലൻസ്ഡ് അപ്രോച്ചാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് വൺ, റേസിംഗ് ദി ഏജ് മൈറ്റ് ഹെൽപ്പ് ബട്ട് ഇറ്റ്സ് നോട്ട് ദി ഓൺലി ബെസ്റ്റ് സൊല്യൂഷൻ. അതാണ് നിങ്ങളുടെ സ്റ്റാൻഡ്. റേസിംഗ് ദി ഏജ് ഹെൽപ്പ് ചെയ്യും, ഒട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്, അത് നല്ലതാണ്, പക്ഷേ അതല്ല ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു സൊല്യൂഷനായിട്ട് വരുന്നത്. ഇതായിരിക്കും നിങ്ങളുടെ ഒരു ആർഗ്യുമെൻറ്റ്. ആൻഡ് ദെൻ കമ്പൈൻ ഏജ് പോളിസി വിത്ത് സ്ട്രിക്റ്റ് ട്രെയിനിങ്, അവയർനെസ് ആൻഡ് പെനാൽറ്റീസ്. ഏജ് പോളിസിയുടെ കൂടെ തന്നെ ട്രെയിനിങ്, സ്ട്രിക്റ്റ് ട്രെയിനിങ്, അവയർനെസ്, പെനാൽറ്റി ഇതെല്ലാം വർക്ക് ആകുമ്പോഴാണ് സേഫ്റ്റി എൻഷുർ ആവുന്നത്. ഇതാണ് നിങ്ങളുടെ ബാലൻസ് അപ്രോച്ചിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആർഗ്യുമെൻറ്റ്സ്. അപ്പം കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണിത്. ഇഫ് യു ഹാവ് യുവർ ഓൺ പോയിൻറ്റ്സ് അല്ലെങ്കിൽ മോർ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കം അപ്പ് വിത്ത് ദോസ് പോയിൻറ്റ്സ്. എസ്സേനെ സ്ട്രോങ്ങർ ആക്കുന്ന ആർഗ്യുമെൻറ്റ്സും നിങ്ങളുടെ സ്റ്റാൻഡിന് ജസ്റ്റിഫൈ ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സുമാണ് നിങ്ങൾ എസ്സേയിൽ എഴുതേണ്ടത്. ഇനി എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം? സ്ട്രക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഐ ഹോപ്പ് ടാസ്ക് 2ൻ്റെ ക്ലാസ്സസ് കാണുന്നവരാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബേസിക് സ്ട്രക്ചറാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നു ക്വിക്ക്ലി. ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, കൺക്ലൂഷൻ. ഇപ്പോൾ ഇവിടെ 2 ബോഡി പാരഗ്രാഫിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. നമുക്ക് എഗ്രിമെൻ്റ് ആണെങ്കിൽ 2 ബോഡി പാരഗ്രാഫിൽ എഗ്രിമെൻറ്റ് പോയിൻറ്റ്സ്, ഡിസഗ്രിമെൻ്റ് ആണെങ്കിൽ 2 ബോഡി പാരഗ്രാഫിൽ ഡിസഗ്രിമെൻറ്റ് പോയിൻറ്റ്സ്. ഇനി പാർഷ്യലി ആണെങ്കിൽ ഒരു ബോഡി പാരഗ്രാഫിൽ ഒരു സൈഡും മറ്റേ ബോഡി പാരഗ്രാഫിൽ രണ്ടാമത്തെ സൈഡ്, അങ്ങനെ അല്ലെങ്കിൽ ബാലൻസ്ഡ് അപ്രോച്ച് രണ്ടിലും. ഇങ്ങനെയും നിങ്ങൾക്ക് എസ്സേ ഡെവലപ്പ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. നല്ല ഇൻട്രൊഡക്ഷൻ എഴുതണമെങ്കിൽ യു ഷുഡ് റൈറ്റ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് വി വിൽ ഡിസ്കസ് ഇൻ ലേറ്റർ പോയിൻറ്റ്. വേറൊരു സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം അതൊക്കെ. പാരഫ്രേസ് ചെയ്യണം, ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽസ്, ഒപ്പീനിയൻ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, അതിനകത്ത് 1ൽ ഫസ്റ്റ് റീസൺ, നമ്മളുടെ ആർഗ്യുമെൻറ്റിന് നമ്മുടെ പൊസിഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഫസ്റ്റ് റീസൺ എഴുതുക. അതിൻ്റെ എക്സാമ്പിൾസോ അല്ലെങ്കിൽ എവിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് പറയാനുണ്ടെങ്കിൽ അത് ഇതെല്ലാം ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ. ഇതേപോലെ തന്നെ സെക്കൻഡ് റീസൺ അല്ലെങ്കിൽ സെക്കൻഡ് സെറ്റ് ഓഫ് റീസൺസ് സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൊസിഷനെ സമ്മറൈസ് ചെയ്യുക വിത്ത് ദ ഗിവൺ പോയിൻറ്റ്സ്. ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ എസ്സേയിൽ ഡെവലപ്പ് ചെയ്ത് എഴുതിയ പോയിൻറ്റ്സിനെ സമ്മറൈസ് ചെയ്ത് നിങ്ങളുടെ പൊസിഷനെ സമ്മറൈസ് ചെയ്യുക. ആൻഡ് എങ്ങനെയാണ് റോഡ് സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് എംഫസൈസ് ചെയ്ത് എഴുതുക. ഇത്രയാണ് നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ. ഈ പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്.
ഇനി നമുക്ക് ഏതൊക്കെ വൊക്കാബുലറി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് യു ക്യാൻ യൂസ് വൈഡ് വെറൈറ്റി ഓഫ് വേർഡ്സ് ഈ പെർട്ടിക്കുലർ എസ്സേ എഴുതാനായിട്ട്. സം ആർ മിനിമം ലീഗൽ ഏജ്, റോഡ് സേഫ്റ്റി, ട്രാഫിക് ആക്സിഡൻറ്റ്സ്, മെച്യൂർ ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, ഡിഫെൻസീവ് ഡ്രൈവിംഗ്. ഡിഫെൻസീവ് ഡ്രൈവിംഗ് ഒരു റെസ്പോൺസിബിൾ കൈൻഡ് ഓഫ് ഡ്രൈവിംഗ് ആണ്. അതിന് കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇഫ് യു റീഡ് അബൌട്ട് ഇറ്റ് യു വിൽ ഗെറ്റ് ടു നോ. ട്രാഫിക് റെഗുലേഷൻസ്, എൻഫോഴ്സ്മെൻറ്റ്, നോവിസ് ഡ്രൈവേഴ്സ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പുതിയ, അതായത് ഇപ്പം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്ന കൈൻഡ് ഓഫ് ഡ്രൈവേഴ്സിനെയാണ് നോവിസ് ഡ്രൈവേഴ്സ് എന്ന് പറയുക. റെക്ലെസ് ബിഹേവിയർ, ഒരു കൺട്രോൾ ഇല്ലാത്ത ബിഹേവിയറിന്, അതായത് കോൺസിക്വൻസസിനെ പറ്റി ആലോചിക്കാതെ ഉള്ള ബിഹേവിയറിനെയാണ് റെക്ലെസ് ബിഹേവിയർ പറയുക. ഡ്രൈവിംഗ് അണ്ടർ ദി ഇൻഫ്ലുവൻസ്, one example is under the influence of alcohol. Compulsory training compulsory ആക്കുന്നതിനെ പറ്റിയിട്ട്. സീറോ ടോളറൻസ് പോളിസി. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ എസ്സേ എഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. ആൻഡ് ദർ ആർ മോർ വേർഡ്സ്. ഓക്കെ, എക്സാമ്പിൾസിന് ഒന്ന് രണ്ട് എക്സാമ്പിൾസാണിത്. എന്തൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഈ എസ്സേയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ ഒന്ന്, നമ്മൾക്ക് എഗ്രിമെൻ്റ് ആണ് നമ്മളുടെ പൊസിഷൻ എങ്കിൽ, യങ് ഡ്രൈവേഴ്സ് ആർ മോർ ലൈക്ലി ടു എൻഗേജ് ഇൻ റിസ്കി ബിഹേവിയേഴ്സ് സച്ച് ആസ് സ്പീഡിംഗ് ഓർ ടെക്സ്റ്റിംഗ് വൈൽ ഡ്രൈവിംഗ്. ഇത് സ്പീഡിംഗ് ഓർ ടെക്സ്റ്റിംഗ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ദെൻ മറ്റേ സൈഡിലാണെങ്കിൽ, ഡിസഗ്രിമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഉപയോഗിക്കാം. കൺട്രീസ് ലൈക്ക് സ്വീഡൻ ഫോക്കസ് മോർ ഓൺ റിഗ്രസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ദാൻ റേസിംഗ് ദ ഡ്രൈവിംഗ് ഏജ് and they have some of the safest roads globally. അവർ സ്വീഡൻ ആസ് ആൻ എക്സാമ്പിൾ കോട്ട് ചെയ്യാണ്. അവിടെ റിഗ്രസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, സേഫ് റോഡ്സ് ഉണ്ട് എന്നൊക്കെ പറയാണ്, റാദർ ദാൻ സെറ്റിംഗ് ആൻ ഏജ് റെസ്ട്രിക്ഷൻ എന്നാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. സോ ദീസ് ആർ സം എക്സാമ്പിൾസ്, couple of examples for writing an example. Now ഇപ്പോൾ ക്വസ്റ്റ്യനെ പറ്റിയിട്ട് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. I'll read the question once again. Some people think that the best way to increase road safety is to increase the minimum legal age for driving cars or riding motorbikes. To what extent do you agree or disagree? ഇനി എളുപ്പത്തിൽ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഈ എസ്സേ ഒന്ന് എഴുതുക. ആൻഡ് ഇതിന് ഫീഡ്ബാക്ക് ആവശ്യമുണ്ടെങ്കിൽ, കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ജോയിൻ ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ ഇനി വേറൊരു സെഷനിൽ വീണ്ടും കാണാം. സീ യു സൂൺ. ബൈ ബൈ.